അധിനിവേശ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാത്ത പശ്ചിമേഷ്യൻ ശക്തി ഇന്നും പതർച്ചയില്ലാതെ പൊരുതുകയാണ്. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന വൻ ശക്തികൾക്ക് മുന്നിൽ സമാധാനത്തിന്റെ ഒരു അടവും ഇനി ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പോരാട്ടത്തിന്റെ വീര്യമാണ് തങ്ങൾ ഉയർത്തുന്നത് എന്നും ടെഹ്റാൻ ലോകത്തോട് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകവും അപകടകരവുമായ അവസ്ഥയിലൂടെയാണ്. മിഡിൽ ഈസ്റ്റിലെ US സേനയ്ക്ക് നേരെ ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണ ശ്രമം ഉണ്ടായതായി അമേരിക്ക ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. US സെൻട്രൽ കമാൻഡ് ഈ അറ്റാക്ക് പ്രതിരോധിച്ച എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. അമേരിക്കയുടെയും സഖ്യസേനയുടെയും സമ്മർദ്ദ തന്ത്രങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഇനി ആരുടെ മുന്നിലും നയതന്ത്ര യാചനകൾക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ ഒമാന്റെ ജലപാത വിഭജന നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിൽ തൊട്ടുകളിച്ചാൽ കളി മാറുമെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. സൗദി അറേബ്യയും അമേരിക്കൻ സേനയും ചേർന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങളിൽ നടത്തിയ കടന്നുകയറ്റങ്ങൾക്കും പ്രകോപനങ്ങൾക്കും മുന്നിൽ ഇറാൻ ഒട്ടും പിന്മാറിയിട്ടില്ല. മറിച്ച് ജോർദാനിലെയും മിഡിൽ ഈസ്റ്റിലെയും US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട മിസൈൽ പ്രഹരങ്ങൾ അമേരിക്കൻ അഹങ്കാരത്തിന്റെ നെഞ്ചിലേക്കുള്ള ശക്തമായ താക്കീതായിരുന്നു. മറുഭാഗത്ത് സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് വൻ ശക്തികൾ വാഷിംഗ്ടണിൽ ചരടുവലികൾ നടത്തുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും വൈറ്റ് ഹൗസ് സ്വീകരിച്ചതുകൊണ്ട് ലോകത്ത് നടക്കുന്ന രണ്ട് വലിയ യുദ്ധങ്ങളുടെയും നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണ് എന്ന രാഷ്ട്രീയം കളിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നെതന്യാഹുവും ട്രംപും നേരിൽ കാണുന്നത് ഇത് ആദ്യമായാണ്. വൈറ്റ് ഹൗസിൽ നടന്ന 1.5 മണിക്കൂർ നീണ്ട അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ ഇറാന്റെ ആണവ പദ്ധതിയും സമാധാന ശ്രമങ്ങളുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഇറാനെ യാതൊരു കാരണവശാലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരേ തട്ടിലാണ് എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന ഒക്ടോബർ തെരഞ്ഞെടുപ്പിന് മുൻപ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ നെതന്യാഹുവിന് ഈ ചർച്ച അത്യന്താപേക്ഷിതമായിരുന്നു എന്നതാണ് മറ്റൊരു രഹസ്യം. അതേസമയം ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട് എന്നും ധാരണയായില്ലെങ്കിൽ ശക്തമായി ആക്രമിക്കുമെന്നും എന്നത്തെയും പോലെ ട്രംപ് ഇന്നും തള്ളിയിട്ടുണ്ട്. എന്നാൽ ട്രംപും നെതന്യാഹുവും ഒത്തുകൂടി നിർദ്ദേശങ്ങൾ വെക്കുമ്പോഴും വൈറ്റ് ഹൗസിലെ അടച്ചിട്ട മുറികളിലെ തീരുമാനങ്ങൾക്ക് തങ്ങളെ തളയ്ക്കാനാവില്ലെന്നും അതിൽ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് യൂറോപ്പിൽ നിന്നുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കടന്നുവരുന്നത്. യുക്രൈന്റെ തുറമുഖങ്ങളിൽ റഷ്യൻ ആക്രമണം കടുക്കുകയാണ്. ആഗോളതലത്തിൽ 3 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന വാണിജ്യ കപ്പലുകളിൽ യുക്രൈൻ തുറമുഖത്ത് കുടുങ്ങിയ ഒരു കപ്പലിൽ 13 ഇന്ത്യൻ ജീവനക്കാർ ജീവനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നേരത്തെ റഷ്യ സൈനിക സാമഗ്രികൾക്ക് കൊണ്ടുപോയി എന്നാരോപിച്ച് ഇറാന്റെ കപ്പൽ യുക്രൈൻ സേന ആക്രമിച്ചതോടുകൂടിയാണ് ഇറാനും യുക്രൈനും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നത്. സംഭവം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ വഴി മാറിയേക്കാമെന്ന ആശങ്ക ഉയർന്നതോടെ അത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി വിശദീകരിക്കുകയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിനെത്തിയ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ട്രംപ് ചർച്ച നടത്തുകയും യുക്രൈനിൽ പാട്രിയറ്റ് മിസൈലുകൾ നിർമ്മിച്ചു നൽകുന്നതിലും കൂടുതൽ യുദ്ധസാമഗ്രികൾ ഉറപ്പാക്കുമെന്നതിലും ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചർച്ചകളിൽ നിന്നും വ്യക്തമാകുന്നത്. സ്വന്തം സാമ്രാജ്യത്തെ താല്പര്യങ്ങൾക്കു വേണ്ടി ലോകത്തെ മുഴുവൻ യുദ്ധക്കളമാക്കുന്ന അമേരിക്കൻ നയങ്ങൾ ഇതാ ലോകരാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. സമാധാനത്തിന്റെ രക്ഷാധികാരികൾ എന്ന വ്യാജേന നയതന്ത്ര മേശകളിൽ നിന്നും യുദ്ധകളത്തിലേക്ക് എണ്ണയൊഴുക്കുന്ന വാഷിംഗ്ടണിന്റെ കുതന്ത്രങ്ങൾ ഇതാ ലോക സമ്പദ് വ്യവസ്ഥയുടെ നെഞ്ചിലേക്ക് അടിച്ചിരിക്കുന്ന അമ്പ് തന്നെയാണ്. അതിർത്തികളിൽ തീ പടരുമ്പോൾ അതിന്റെ ചൂടനുഭവിക്കുന്നത് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും സാധാരണ മനുഷ്യർ മാത്രമല്ല, ലോകത്തെ ഒന്നാകെ ബാധിക്കുന്ന സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് അമേരിക്കയുടെ നിർദ്ധയമായ നീക്കങ്ങൾ വഴി തുറക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ തർക്കങ്ങൾ മൂർച്ഛിക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. പെട്രോളിനും ഡീസലിനും തീവിലയാകുമ്പോൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരനെ വയറ്റത്തടിക്കുന്ന അവസ്ഥയിലേക്കാണ് വാഷിംഗ്ടണിലെ തീരുമാനങ്ങൾ കാര്യങ്ങളെ വലിച്ചഴയ്ക്കുന്നത്. തങ്ങളുടെ സൈനിക ആധിപത്യം നിലനിർത്താൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പോലും ഈ യുദ്ധത്തിലേക്ക് തള്ളിയിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ഇരുത്തി ചരടുവലികൾ നടത്തുമ്പോൾ ലോകസമാധാനമല്ല
മറിച്ച് ആയുധ കച്ചവടവും തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യവുമാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകുന്നു. ഇറാനുമേൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുകയും മേഖലയിലെ സൈനിക താവളങ്ങളിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിച്ചും അമേരിക്ക ഉണ്ടാക്കി വെച്ച ഈ കലുഷിതാവസ്ഥ മൂലം ജീവനും കയ്യിൽ പിടിച്ചു കഴിയുന്നത് യുക്രൈൻ തുറമുഖങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ കപ്പലുകളിലും പെട്ടുപോയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് നിരപരാധികളായ തൊഴിലാളികളാണ്. അമേരിക്കയുടെ അഹങ്കാരത്തിനും ആധിപത്യത്തിനും മുന്നിൽ വഴങ്ങില്ല എന്ന ഇറാൻ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങളെല്ലാം കത്തിച്ചാമ്പലാവുകയാണ്. തങ്ങളുടെ വിനാശാത്മകമായ യുദ്ധനയങ്ങൾ കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ ഭീതിയുടെയും ദാരിദ്ര്യത്തിന്റെയും മുനമ്പിൽ നിർത്തുന്ന അമേരിക്കയുടെ ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും? ഇതുവരെ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്ന ഗൾഫ് രാജ്യങ്ങളെ പോലും അമേരിക്ക തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണ്. സൗദി അറേബ്യയെ മുൻനിർത്തി ഇറാഖിലെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ പശ്ചിമേഷ്യൻ മണ്ണിൽ സഹോദരങ്ങൾ തമ്മിൽ ചോര ചിന്തണമെന്ന വൈറ്റ് ഹൗസിന്റെ കുതന്ത്രമാണ് ഇവിടെ പുറത്തുവരുന്നത്. മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയായി മാറുകയാണ് അമേരിക്ക ഇപ്പോൾ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം മറ്റൊരു വലിയ ദുരന്തത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചാൽ പെട്രോൾ ഡീസൽ വില എവിടെ ചെന്ന് നിൽക്കുമെന്ന ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ. വൻ ശക്തികളുടെ ഈ യുദ്ധക്കളി സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആയുധ ശേഖരം തീർന്നുപോയി എന്ന തരത്തിലുള്ള വാർത്തകൾ പെന്റഗൺ ഔദ്യോഗികമായി നിഷേധിക്കുമ്പോഴും ഇറാൻ ഉയർത്തുന്ന തുടർച്ചയായ ഭീഷണികൾക്ക് മുന്നിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. ജോർദാനിലെയും ഇറാഖിലെയും താവളങ്ങൾക്ക് നേരെ തുടരെ മിസൈലുകൾ എത്തുമ്പോൾ അമേരിക്കൻ അഹങ്കാരത്തിന്റെ ആയുധപ്പുരകൾക്ക് മേൽ ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾ വിജയം കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ എന്ത് എന്നത്. മറുഭാഗത്ത് അമേരിക്കയും സൗദി അറേബ്യയും ചേർന്നുള്ള ശക്തമായ സൈനിക നീക്കങ്ങൾ മേഖലയെ കൂടുതൽ യുദ്ധഭീതിയിലാഴ്ത്തുന്നു. സൗദി അറേബ്യൻ സേനയും അമേരിക്കൻ സേനയും ഒന്നിച്ചു ചേർന്നുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറുകയാണ്. ഇതുവരെ സൗദി അറേബ്യ നേരിട്ട് ഒരു യുദ്ധത്തിൽ മുതിർന്നിരുന്നില്ല. ഇറാനുമായി ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയതുമില്ല. ഇറാൻ ചില പ്രവിശ്യകളിലൊക്കെ സൗദി അറേബ്യയിലേക്ക് മിസൈൽ അയക്കുകയും അത് പാട്രിയറ്റ് മിസൈൽ സംവിധാനം വെച്ച് സൗദി അറേബ്യ തകർക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് സൗദി അറേബ്യയും അമേരിക്കൻ സേനയും ചേർന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മിസൈൽ ആക്രമണവും വ്യോമാക്രമണവും നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചുറ്റിലും യുദ്ധമേഘങ്ങൾ വിതറി അമേരിക്കയും സഖ്യകക്ഷികളും നീങ്ങുമ്പോൾ വൻ ശക്തികളുടെ കരുനീക്കങ്ങൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ മണ്ണും പരമാധികാരവും കാക്കാൻ ഇറാൻ പ്രതിരോധത്തിന്റെ പുതിയ ചരിത്രം എഴുതുകയാണ്. കേൾക്കുക, പശ്ചിമേഷ്യൻ മണ്ണിൽ ഇപ്പോൾ മാറ്റൊലികൊള്ളുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ആത്മവീര്യത്തിന്റെ ശബ്ദം മാത്രമാണ്. വരും ദിനങ്ങളിൽ വൻ ശക്തികൾ മുട്ടുമടക്കുമോ അതോ യുദ്ധം ലോകത്തെ വിഴുങ്ങുമോ? കാത്തിരുന്നു കാണാം.